രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാൻ അങ്ങനെ കേരളത്തിലെ ഒരു പത്രപ്രവർത്തക അസോസിയേഷൻ ഇടപെട്ടിരിക്കുന്ന ആ ഇടപെടലിൻ്റെ കത്ത് തെളിവ് സഹിതം ഇതാ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കേരളത്തിലെ പത്രപ്രവർത്തക അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്ന് കാണിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്ക് ഇതാ കത്തയച്ചിരിക്കുന്നത്. ഇതിൽ മല്ലികാർജുൻ ഖാർഗെയുടെ പേരിൽ അയച്ച ആ കത്താണ് ഇപ്പോൾ തെളിവായി പുറത്തു വന്നിരിക്കുന്നത്. നാണക്കേട് എന്ന് തന്നെ വേണം പറയാൻ. രാജ്യത്ത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും കൂട്ടത്തോടെ പത്രപ്രവർത്തകർ, ഒരു സംഘടന, ഒരു വിഭാഗം പത്രപ്രവർത്തകർ എന്ന് പറയണം, അവർ ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തകരിൽ ഈ വിഭാഗം UDFൻ്റെ പ്രചരണ തൊഴിലാളികളായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാണ്. അപ്പോൾ UDF ജയിക്കുമ്പോൾ അവിടെ തങ്ങളുടെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി നടത്തിരുന്ന ഒരാൾ മുഖ്യമന്ത്രി ഉണ്ടാകണം. അതാണ് ഇവരുടെ ലക്ഷ്യവും. രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തുകയും ചെന്നിത്തലയുടെ നല്ല വശങ്ങൾ മാത്രം കാണിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങളും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ച് കാണുന്നു, കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ എന്നൊക്കെയാണ്, അങ്ങനെ വരുത്തി തീർക്കുകയാണ് പത്രപ്രവർത്തക അസോസിയേഷൻ ഈ കത്തിലൂടെ ലക്ഷ്യമെടുത്തത്. ഈ കത്ത് പുറത്തായതോടെ അസോസിയേഷനിൽ വൻ വിഭാഗീയതയും ഉടലെടുത്തിരിക്കുന്നു. അസോസിയേഷനിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു വിഭാഗം നിഷ്പക്ഷമതികളായ അസോസിയേഷനിലെ പത്രപ്രവർത്തകർ ഇതിനെ എതിർത്തു. എങ്കിലും ആ എതിർപ്പിനെ അവഗണിച്ചാണ് ഒരു പ്രബല വിഭാഗം ഇങ്ങനെ ദേശീയ നേതൃത്വത്തിന്, കോൺഗ്രസ് ദേശീയ ഘടകത്തിന് ഇതാ രമേശ് ചെന്നിത്തലയെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നത്. പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ഈ തീരുമാനം ജനാധിപത്യ മര്യാദകൾക്ക് കടകവിരുദ്ധം തന്നെയാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പത്രക്കാർ അങ്ങനെ സെക്കൻഡ് എസ്റ്റേറ്റിലും തേർഡ് എസ്റ്റേറ്റിലുമൊക്കെ കടന്നു കയറാൻ ശ്രമിക്കുന്നത് ഒട്ടും അനുവദിച്ചു കൊടുക്കാനാകാത്തതുമാണ്. മുതിർന്ന ചില പത്രപ്രവർത്തകർ ഈ അസോസിയേഷൻ അംഗമായ MB അഫ്സൽ എന്ന ഒരു പത്രപ്രവർത്തകൻ്റെ പേരിലാണ് ഈ കത്തയച്ചിരിക്കുന്നത് എന്നതുകൂടി ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ അസോസിയേഷൻ്റെ ഈ തീരുമാനം എന്തു തന്നെയായാലും അത് ജനാധിപത്യ മര്യാദകൾക്ക് കടകവിരുദ്ധം തന്നെയാണ്. ഓർക്കണം, ടീം UDF എന്ന പേരിലാണ് UDF ഈ തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതിൽ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് ശിഹാബ് തങ്ങൾ VD സതീശന് വേണ്ടി വ്യക്തമായ ഒരു നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ടീം UDF എന്ന ആ ഒരു മുദ്രാവാക്യവുമായി ജനങ്ങളിലേക്ക് പ്രചരണ രംഗത്ത് ഇറങ്ങിച്ചെന്നത് കൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗിന് ഇത്തവണ അധികം കിട്ടുന്ന ഓരോ സീറ്റിനും VD സതീശന് കൂടി അർഹതയുണ്ട് എന്നർത്ഥം. അപ്പോൾ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗും ഘടകകക്ഷികളുമൊക്കെ ചേർന്ന് തന്നെയാണ് ടീം UDF. അപ്പോൾ ടീം UDFന് വേണ്ടി VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും സതീശന് പിന്തുണ നൽകിക്കൊണ്ട് പാണക്കാട് തങ്ങളടക്കം രംഗത്ത് വന്നപ്പോൾ അതിനു മുന്നേ തന്നെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടത് പത്രപ്രവർത്തക അസോസിയേഷനിലെ ഒരു വിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നു.